സാർ, കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിട്ട് സാറ മുലാലി വരുന്നു എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ സഭയ്ക്ക് ആദ്യമായിട്ട് ഒരു വനിതാ മേധാവി. ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് അതൊക്കെ ഒരു പുതുമയുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. സാർ എങ്ങനെയാണ് അതിനെന്ന് വിലയിരുത്തുക? അല്ല, അതിൽ ഈ ക്രൈസ്തവ സഭയുടെ ഒരു സവിശേഷത ഉള്ളതെന്ന് വെച്ചാൽ അത് ആൻഡ്രോസെൻട്രിക്കാണ്. എന്നുവെച്ചാൽ മെയിൽ ഓറിയൻറ്റഡ് ആണ്. പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നതാണ് അതിൻ്റെ പൗരോഹിത്യ ഘടന. അതിപ്പോൾ കത്തോലിക്ക സഭയാണെന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭയിൽ അങ്ങനെ വനിതകളായ പുരോഹിതരില്ല. കന്യാസ്ത്രീകളുണ്ട്, അതെ, പക്ഷെ പുരോഹിതരായിട്ട് വനിതകൾ വരാറില്ല. അവർ സെക്കൻഡറി സ്റ്റേജിൽ നിൽക്കുന്നവരാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിലാണ് അവർക്കുള്ളത്. 491 വർഷത്തെ ചരിത്രമുണ്ട് ആംഗ്ലിക്കൻ കാത്തലിക് സഭയ്ക്ക്. ഇത് ആംഗ്ലിക്കൻ കത്തോലിക്ക സഭയാണ്. ഒരു രാജാവിന് വിവാഹം കഴിക്കണം എന്ന്, രണ്ടാമത് വിവാഹം കഴിക്കണം എന്ന് തോന്നിയപ്പോൾ കത്തോലിക്ക സഭ അത് പെർമിഷൻ കൊടുക്കാതെ ആയപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കത്തോലിക്ക സഭയിൽ നിന്ന് മാറിയിട്ട് ഒരു ആംഗ്ലിക്കൻ കത്തോലിക്ക സഭ ഉണ്ടാക്കിയിട്ട് രണ്ടാമത് വിവാഹം കഴിച്ചുണ്ടായതാണ് ഈ പറയുന്ന സഭ. അപ്പോൾ ആ സഭയ്ക്ക് വേറൊരു രീതിയുണ്ട്, പക്ഷെ അതിലും പുരുഷ മേധാവിത്വം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ആംഗ്ലിക്കൻ കാത്തലിക് സഭയുടെ ഈ പറയുന്ന ഇവർ വലിയ അധികാരമുള്ള, രാഷ്ട്രീയ അധികാരമുള്ള പദവി കൂടിയാണ്. ഇവർക്ക് ഏതാണ്ട് 26 രാജ്യസഭാ അംഗങ്ങൾ, ഹൗസ് ഓഫ് ലോർഡ്സ് എന്നാണ് അതിനെ പറയുക. അവരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള കക്ഷിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.